ഈ കട കച്ചവടത്തിന് പരസ്യം അല്ല എനിക്ക് വാങ്ങാനെന്ന് കൊഴപ്പൊന്നുമില്ല. പൈസ കണ്ട കയ്യിലേ? പൈസ റേറ്റാ 16,500. അത് നിങ്ങള് പരസ്യത്തിന് ഇത്ര റേറ്റ് അല്ലേ? അത് കുറക്കണ്ടേ? 2,500 കുറച്ചരാ. പിന്നെ എന്നാ പൈസ എടുത്തോ. പൈസ എടുക്കണേന് മുന്നാദ്യം ഞാൻ കട നോക്കിക്കോ, നോക്കിയതിന്റെ ശേഷം എടുത്താ മതി. അല്ല അക്കാ, ഇതിന്റെ സൈഡൊക്കെ പൊട്ടിക്കണല്ലോ. സൈഡോ? ഈ കാർപ്പന്റർ വർക്കിന് എത്ര വരും? അത് ഒരു എല്ലാം കൂടെ ഒരു 5,000 രൂപ വരും. 5,000 രൂപ കൊടുക്കേണ്ടി വരൂട്ടാ. കച്ചവടം കച്ചവടം നടക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറക്കേണ്ടി വരും. കുഴപ്പമില്ല. തുരുമ്പൊക്കെ പിടിച്ചിക്കണല്ലോ. തുരുമ്പ ചെറിയ പെയിന്റ് അടിക്കേണ്ടി വരും. പെയിന്റ് അടിക്കാൻ എത്ര വരും? ഈ പെയിന്റിങ്ങും അല്ലറ ചില്ലറ പണി എല്ലാം കൂടെ ഒരു 4,000 രൂപ വരും. ഇതിപ്പോ 4,000 കൂടി കൊടുക്കേണ്ടി വരും. കച്ചവടം നടക്കട്ടെ. കഴിഞ്ഞില്ലേ? നിക്ക് ഞാൻ നോക്കട്ടെ. കാക്കത്തിന് 4 ടയറും പൊട്ടിക്കണിട്ടാ. 3,500 രൂപ വരും മോളെ. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ല കച്ചവടം ചെയ്യണ്ടേ, സാധനം ഇറക്കേണ്ടി വരൂട്ടാ. സാധനം ഇറക്കാൻ ഒരു 3,000 രൂപ വേണ്ടി വരൂട്ടാ. നിങ്ങൾക്ക് കച്ചവടം നടക്കണം. എന്നാ പിന്നെ 3,000 രൂപ ഇറക്കേണ്ടി വരും. നടക്കട്ടെ. അപ്പൊ കാക്ക, ഈ പണിന്റെ പൈസക്ക് എത്ര വരണേന്ന് ഞാൻ കൂട്ടിട്ട് പറഞ്ഞേരട്ടാ. ഇത് 15,500 വരും. 15,500? 15,000 നമുക്ക് മുറിക്കല്ലേ? അപ്പൊ നമുക്ക് കച്ചവടാക്കാം. കാക്ക നിങ്ങൾ ആദ്യം പറഞ്ഞ റേറ്റ് എത്രയായിരുന്നു? 16,500. പിന്നെ നിങ്ങൾ എന്നോട് വേറൊരു കാര്യം പറഞ്ഞില്ലേ, 2,500 രൂപ ഡിസ്കൗണ്ട് തരാന്ന്. അപ്പൊ കുഴപ്പമില്ല. 2,500 രൂപ. അപ്പൊ 16,500 2,500 രൂപ ഡിസ്കൗണ്ട് വിളിച്ചാല് 14,000 രൂപ. അപ്പൊ അതേ പൈസ 15,500 കഴിച്ചാല് കാക്ക ഒരു 1,500 രൂപ നിങ്ങൾ ഇങ്ങോട്ട് തരേ. പൈസ കഴിച്ചില്ലേ? നിങ്ങൾ കച്ചവടം നടക്കണം. 1,500 രൂപ ഉണ്ട്. കാക്കയുടെ കച്ചവടം നടന്നില്ലേ? സന്തോഷായില്ലേ? പിന്നെന്താ, പോയിക്കോളി. പിന്നെ ആ ബാവാക്കാന്റെ കമ്മീഷൻ പൈസ കൊടുത്താളിട്ടാ.